നമുക്കിപ്പോൾ പുതിയ വാർത്ത വരുന്നത് ഇറാന്റെ തിരിച്ചടി ആരംഭിച്ചു എന്ന കാര്യമാണ്. ടെൽ-അവീവിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ഇസ്രായേലിന്റെ ഇടങ്ങളിലേക്ക് മിസൈലുകൾ ഏകദേശം 25-ലധികം മിസൈലുകൾ പായിച്ചു ഇറാൻ എന്ന വിവരം കൂടി വരുന്നു. അതായത് അമേരിക്ക നടത്തിയ പ്രകോപനത്തിന് തിരിച്ചടി, ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടിയുമായി ഇറാൻ രംഗത്തെത്തിയെന്ന സാഹചര്യം. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എന്താണ് സാഹചര്യം? തിരിച്ചടി ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു, നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഈ മിസൈലുകൾ ആക്രമിക്കുന്നത്? സഹിത്തെ ഏതു സമയവും തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ച് ഏറ്റവും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഇറാന്റെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ടടക്കം ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച ചെയ്തത് നേരത്തെ ഇത്തരം അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അമേരിക്ക അതിശക്തമായി തന്നെ ഇറാനുമേൽ ബോംബറുകൾ വർഷിച്ചിരിക്കുന്നു. ഇറാൻ ഒരു കാരണവശാലും ഇസ്രായേലിന്റെ ഒരു ബോംബർ കൊണ്ടും നശിക്കില്ല, അല്ലെങ്കിൽ ഒന്നിനും നാശനഷ്ടം വരുത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന അതീവ സുരക്ഷിതത്തോടുകൂടി ഭൂഗർഭ അറകൾ നിർമ്മിച്ചിരുന്ന ഈ ആണവ നിലയങ്ങളാണ് പൂർണ്ണമായും തകർക്കപ്പെട്ട അവസ്ഥയിലേക്ക് വന്നത്. ഇറാൻ അതിന് കാര്യമായ തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവകാശപ്പെടുമ്പോഴും അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നതൊക്കെ ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. അമേരിക്ക ഇത്തരം ഒരു ബോംബറുകൾ താഴ്ന്നിറങ്ങി നശിപ്പിക്കാൻ കഴിയുള്ള ബോംബൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് അത്തരത്തിലേക്കുള്ള നാശനഷ്ടം ഉണ്ടായി എന്ന് വേണം കരുതാൻ. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് വന്ന് ലോകത്തോട് ഞങ്ങളിത് ഉപയോഗിച്ചു, വിജയകരമായി തന്നെ ഇതെല്ലാം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ ആ വിഷയങ്ങൾ കൂടുതൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് ഏത് തരത്തിലേക്കുള്ള തിരിച്ചടിക്കും ഇറാൻ ഒരുങ്ങും എന്നത് നേരത്തെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഐക്യരാഷ്ട്രസഭ തന്നെ അത്തരത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലോകരാജ്യങ്ങൾക്കും ഒക്കെ നൽകിയിരുന്നതാണ്. ഇനിയിപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർ നേരിടേണ്ട ഏറ്റവും കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇനി അവർക്ക് നേരത്തെ ഇസ്രായേൽ പറഞ്ഞ ഒരു ലക്ഷ്യം അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമേനിയെ വധിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പുള്ള ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് നേരിട്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു അവർ ലോകത്തിന് മുന്നിൽ ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഏത് തരത്തിലായാലും അവർ ഉപയോഗിച്ചിരുന്ന ആണവ നിലയങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇറാൻ ആ ആണവ നിലയങ്ങളിൽ നിന്നുള്ള സമ്പുഷ്ട യുറേനിയം അടക്കമുള്ളതെല്ലാം മാറ്റി എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നതൊക്കെ ഇനിയും പരിശോധിക്കപ്പെടേണ്ടതോ വിഷയങ്ങളൊക്കെയാണ്. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ടെൽ-അവീവിലേക്ക് അടക്കം കനത്ത വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഇറാനിലേക്ക് കടുത്ത ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്കും വലിയൊരു യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്ന് ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. 16,000-ഓളം ഇന്ത്യക്കാരുണ്ട്. അതിൽ 1,200-ഓളം ഇന്ത്യക്കാരെ മാത്രമേ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരെ അടക്കം സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ തുടക്കം മാത്രമാണ്, ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടക്കം മാത്രമാണ് ആയത്. ഇനിയും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുണ്ട്. എന്തായാലും അതിനെല്ലാം തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു തുറന്ന ആകാശപ്പോരിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. യെസ് കിരൺ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായി മാറുകയാണല്ലോ. കാരണം അമേരിക്ക കൂടി വന്നതോടുകൂടി സാഹചര്യം മറ്റൊന്നായി മാറുന്നു. ഇതിൽ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കയുടെ നീക്കത്തെ അപലപിച്ചിട്ടുണ്ട്. ഇത് ഒഴിവാക്കണമായിരുന്നു എന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും സമാനമായ നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അവസ്ഥയിൽ ലോകരാജ്യങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? ഇതിൽ ഇസ്രായേലും അമേരിക്കയും ഒരു വശത്ത് എന്ന അവസ്ഥ വരുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇറാനെതിരായ നിലപാടെടുക്കുന്നതിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ അമേരിക്ക ഇസ്രായേൽ ചേരിക്കുണ്ടാവുന്നുണ്ടോ? സജിത്തെ, സ്വാഭാവികമായും ഒരു ഭാഗത്ത് നിൽക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. ലോകത്തെ ഏറ്റവും ശക്തരായ രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും അങ്ങനെ ഓപ്പണായി ഈ രാജ്യത്തിനെതിരായ ഒരു നിലപാടിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളടക്കം അക്കാര്യത്തിൽ അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അറബ് ചേരിയിൽ തന്നെ പലതരത്തിലുള്ള ഇറാനുമായി പലതരത്തിലുള്ള ഭിന്നത ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഈ മേഖലയെ കൂടി ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഇറാൻ ഇപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ആണവ വികിരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അവസ്ഥ ഉണ്ടായാൽ അത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രമായിരിക്കില്ല ബാധിക്കുന്ന, ആ മേഖലയാകെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി മാറും. അത് മാനവരാശിക്ക് നേരെയുള്ള ഒരു വലിയ ആക്രമണമായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ്. അതുകൊണ്ട് ആ തരത്തിലേക്കുള്ള പ്രതികരണം അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാവും എന്നതുകൂടി കണക്കാക്കണം. എന്തായാലും ലോകരാജ്യങ്ങൾ ഇപ്പോഴും അങ്ങനെ ഒരു അതിശക്തമായ രീതിയിലേക്ക് ഒരു അമേരിക്കൻ വിരുദ്ധ നിലപാടിലേക്കോ അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടിലേക്കോ ഒന്നും പോയിട്ടില്ല. യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും അമേരിക്കയുടെ നടപടിയെ പിന്തുണച്ചിട്ടുണ്ട്. ഇറാനെതിരായ നേരത്തെ തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളൊക്കെ അത്തരം നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാലും
ലോകം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അങ്ങനെ ഒരു ഇതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അമേരിക്കക്കെതിരായ ഒരു നിലപാട് അത്തരത്തിലേക്കുള്ള പോകാനുള്ള സാഹചര്യം നിലവിലെ ലോക രാഷ്ട്രീയത്തിൽ കുറവാണ്. അല്ലെങ്കിൽ റഷ്യ അടക്കമുള്ള രാജ്യം നേരത്തെ ഇതിന് മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇത്തരത്തിലേക്കുള്ള ശക്തമായ പ്രതികരണത്തിനോ അല്ലെങ്കിൽ തങ്ങൾ കൂടി യുദ്ധത്തിൽ പങ്കാളികളാവും എന്നുള്ള അവസ്ഥയിലേക്കൊന്നും വരാനുള്ള സാഹചര്യവും കുറവാണ്. റഷ്യ തന്നെ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ദീർഘകാലമായി തുടർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ എത്രത്തോളം ഇടപെടാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെയും ബാക്കിയാണ്.